ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, ആർച്ചസിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ ആർച്ചിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം പറയുന്നത് ബീം മൊമെന്റ് മൈനസ് എച്ച് വൈ. സോ ഒരു എക്സാമ്പിളിലൂടെ പറയാം, അപ്പം ക്ലിയർ ആവും. സോ ഇവിടെ ഒരു ആർച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർച്ചിനകത്ത് ഡബ്ല്യു എന്നും പറഞ്ഞൊരു പോയിന്റോട് ആക്ട് ചെയ്തിരിക്കുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എ ഫ്രം സപ്പോർട്ട് എ ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ബി ഫ്രം സപ്പോർട്ട് ബി. അപ്പോൾ ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാനാണ് പോകുന്നത്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ആർച്ചിനകത്ത് ആക്ട് ചെയ്യുന്ന ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. ആർച്ചിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്, അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ബി ഫ്രം റൈറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ, പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഇതാണ് ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത്. അതാണ് ഇക്വേഷനിൽ പറഞ്ഞ ബീം മൊമെന്റ്. ഇനി അടുത്ത വരയ്ക്കേണ്ടത് എച്ച് വൈ. എച്ച് എന്ന് വെച്ചാൽ സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് എച്ച്. വൈ എന്ന് വെച്ചാൽ റൈസ് ആണ്, ഓരോ പോയിന്റിന്റെയും റൈസ് ആണ്. അപ്പോൾ സെൻട്രൽ പോയിന്റ് ക്രൗണിൽ വരുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? സ്മോൾ എച്ച് ആവും. അപ്പോൾ എച്ച് ഇൻറ്റു വൈ. അപ്പോൾ അത് നമുക്ക് ഇതാണ് എച്ച് ഇൻറ്റു വൈ ഡയഗ്രാം. എച്ച് ഇൻറ്റു വൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എച്ച് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഈ പോയിന്റിൽ എന്തായിരിക്കും വൈയുടെ വാല്യൂ? വൈയുടെ വാല്യൂ 0 ആയിരിക്കും. എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പോകുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എച്ച് വൈ ഡയഗ്രാം ഒരു പാരബോളിക് ഷേപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആർച്ചിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഷേപ്പിലായിരിക്കും നമുക്ക് എച്ച് വൈ ഡയഗ്രാം കിട്ടുന്നത്. അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് ക്രൗണിലായിരിക്കും. അപ്പോൾ ആർച്ചിൻ്റെ ഷേപ്പിലാണ് എച്ച് വൈ ഡയഗ്രാം വരുന്നത്. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് നമുക്കുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഡബ്ല്യു എ ബി ബൈ എൽ എച്ച് ഇൻറ്റു എച്ച്. അപ്പോൾ ബീം മൊമെന്റ് മൈനസ് എച്ച് ഇൻറ്റു വൈ ഡയഗ്രാം ആണ് bending moment diagram. The difference in diagram is the bending moment diagram of the arch. At the central hinge, the two diagrams cross since the bending moment at hinge is 0. So C point രണ്ട് ഡയഗ്രാം മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹിഞ്ചിൽ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അതുകൊണ്ടാണ് സിഗ്മ എം സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരിക്കും. ബീം മൊമെന്റ് ഡയഗ്രാം ഇത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരിക്കും. ഇതും കൂടെ ഓർത്തിരിക്കുക. ഈ രണ്ട് ഡയഗ്രത്തിന്റെയും ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ട ആർച്ചിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഫസ്റ്റ് പ്രോബ്ലം KTU July 2017 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Draw the bending moment diagram for a 3-hinged symmetric parabolic arch of span 50 meter, rise 10 meter, subjected to a concentrated load 50 kilonewton, acting at 8 meter from left support and UDL 25 kilonewton per meter acting over the right half span. So ഇതാണ് നമ്മുടെ ഫിഗർ. ഇവിടെ സിമെട്രിക്കൽ ആണ്. അപ്പോൾ ഇവിടെ 25 kilonewton per meter റൈറ്റ് ഹാഫിൽ ആക്ട് ചെയ്യുന്നു, 50 kilonewton 8 meter ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമുക്ക് സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ VA, VB, പിന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H. രണ്ട് സൈഡിലും ഹൊറിസോണ്ടൽ ത്രസ്റ്റ് സെയിം ആയിരിക്കും ബിക്കോസ് there are no horizontal forces acting on the arch. ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സിഗ്മ V is equal to 0. VA plus VB is equal to 50 kilonewton plus 25 into point out ആക്കാൻ 25 into 25. VA plus VB is equal to 675. Equation number 1. ഇനി അടുത്തത് മൊമെന്റ് അബൌട്ട് A is equal to 0. മൊമെന്റ് അബൌട്ട് A is equal to 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ VB കിട്ടി 476.75 kilonewton. അടുത്ത് എന്ത് വേണം? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെടുത്താൽ മതി? മൊമെന്റ് അബൌട്ട് C is equal to 0. മൊമെന്റ് അബൌട്ട് C is equal to 0 ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് പോർഷൻ ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ VA into 25 minus H into Y minus 50 into 17 is equal to 0. Therefore horizontal thrust കിട്ടി 410.625 kilonewton. ഇനി എന്ത് വരയ്ക്കണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം.
ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ ഫസ്റ്റ് എന്തായിരുന്നു വരയ്ക്കേണ്ടത്? ഫസ്റ്റ് ബീം മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. നമുക്ക് തന്നേക്കുന്ന ലോഡ്സ് ഒരു ബീമിൽ ആക്ട് ചെയ്യണം. ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ഫിഗർ ആണ് ഫസ്റ്റ് വരയ്ക്കേണ്ടത്. ബീമിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ നമ്മൾ അതാണ്ട് ആ ഗീവൺ ലോഡ്സ് ഒരു ബീമിലേക്ക് ആക്ട് ചെയ്തു. വെർട്ടിക്കൽ റിയാക്ഷൻസ് സെയിം ഇവിടെ കിട്ടിയ അതേ വെർട്ടിക്കൽ റിയാക്ഷൻസ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. 476 VB 476.25. ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫസ്റ്റ് വരയ്ക്കണം. എന്തുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ഷേപ്പ് എന്തായിരിക്കും? പാരബോളിക് ഷേപ്പ് ആയിരിക്കും. ഈ പാരബോളിന്റെ മാക്സിമം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും മാക്സിമം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആദ്യം വരച്ചു തുടങ്ങാം. അപ്പോൾ എ പോയിന്റിൽ നിന്ന് എടുക്കുവാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് സൈൻ കൺവെൻഷൻ എന്തായിരുന്നു? സോ ഇതാണ് ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ. അപ്പോൾ നമ്മൾ എ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ 198.25. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്തു? ഒരു ബേസ് ലൈൻ വരച്ചു. 198.25 എന്താണ്? അപ്വേർഡ്സ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ 198.25 അപ്വേർഡ്സ് വരച്ചു. അതുകൊണ്ട് ഇത്രയും സ്പാനിൽ എന്തില്ല? ലോഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഒരു 50 kN ഡൗൺവേർഡ്സ് ഉണ്ട്. അപ്പോഴവിടെ ഒരു ഷിയർ ജമ്പ് ഉണ്ടാവും 50 kN. 198.25 മൈനസ് 50 ആണ് 148.25. എന്നിട്ട് എന്തില്ല? ഇത്രയും പോർഷനിൽ ലോഡൊന്നുമില്ല. വരച്ചു. പിന്നെന്താ ഉള്ളത്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണുള്ളത്. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ഇന്റൻസിറ്റി പറയുന്നത് 25x25. അപ്പോൾ ഈ ലോഡിന്റെ ഇന്റൻസിറ്റി 25x25 ചെയ്യുമ്പോൾ 625 വരും. ആ 625 ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്തേ ഉള്ളൂ? 148. ഈ ഹൈറ്റ് 148.25 ആണ്. അപ്പോൾ റിമൈനിങ് ലോഡ്സ് എന്ത് ചെയ്യും? താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുമ്പോൾ 114ന്റെ റിമൈനിങ് പോർഷൻ. അപ്പോൾ 625 മൈനസ് 148.25 ചെയ്യുമ്പോൾ 476.75. അപ്പോൾ 476.75. ഈ ബിയിൽ നോക്കിക്കേ. ബിയിൽ 476.75 തന്നെയാണ്. അതെന്താണ്? റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. സോ വരച്ചു. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഈ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് ഡി. ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് കോസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യണം? ഈ പോയിന്റ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എബൌട്ട് ദിസ് സെക്ഷൻ ഷിയർ ഫോഴ്സിന് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതും. സോ സെക്ഷൻ ഇതാണ്. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ആണ്, റൈറ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക? 476.7. ഇത് അപ്വേർഡ് ഫോഴ്സ് ആണ്. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. അപ്പോൾ നെഗറ്റീവ്. അപ്പോൾ മൈനസ് 476.7. 25 എന്താണ്? സെക്ഷന്റെ റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് ആണ്. സെക്ഷൻ റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ 25 into x minus 476.7 is equal to 0. അവിടുന്ന് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും എക്സ് ഡിസ്റ്റൻസ്. ഇതാണ്ട് 25x minus 476.75 is equal to 0. So therefore x distance is equal to 19.07 meters. അപ്പോൾ എന്ത് മനസ്സിലായി? അറ്റ് എ ഡിസ്റ്റൻസ് x നമുക്ക് എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ്. ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ഓരോ പോയിന്റ്സിന്റെയും ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഡിയുടെ ബെൻഡിങ് മൊമെന്റ്, സിയുടെ ബെൻഡിങ് മൊമെന്റ്, ഇയുടെ ബെൻഡിങ് മൊമെന്റ്. സിംപ്ലി സപ്പോർട്ടഡ് എൻസിന് എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡി വാല്യൂസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഇതായിരുന്നു സെക്ഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ള? സെക്ഷന്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ 476.7 ഇതെന്തായിരിക്കും? സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 476.7 into x minus 25 into x square by 2. ഈ 25 x square by 2 എന്തായിരിക്കും? ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എന്താണ്ട് 475.75 into 19.07 minus 25
into 19.07 the whole square by 2. Therefore, bending moment at D 4545.81 kilonewton meter. അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യാനും ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ റൈറ്റ് സൈഡ് എടുത്തിരിക്കുന്നത് 476.75 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു 25 meters. അപ്പോൾ 475.75 ഇൻറ്റു 25 പിന്നെ ഇതിനെ പോയിന്റോട് ആക്കുമ്പോൾ 25 ഇൻറ്റു 25 ഇൻറ്റു 12.5 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 12.5. സോ അതാണ് എഴുതിയിരിക്കുന്നത് 475.75 ഇൻറ്റു 25 മൈനസ് 25 ഇൻറ്റു 25 ഇൻറ്റു 25 by 2 12.5 നേരത്തെ പറഞ്ഞു. സോ എം സി ഇസ് ഈക്വൽ ടു 4106.25 kilonewton meter. ഇനി അടുത്തത് മൊമെന്റ് അറ്റ് ഇ കാൽക്കുലേറ്റ് ചെയ്തു. മൊമെന്റ് അറ്റ് ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെടുത്താൽ മതി, ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 198.25 ഇൻറ്റു 8. അപ്പോൾ എല്ലാ പോയിന്റ്സിലെയും മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സോ മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ എല്ലാം എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും വരുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റോഡിന്റെ അടുത്ത് എന്തായിരിക്കും, പാരബോള ആയിരിക്കും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി ഇതിനകത്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ്, പോയിന്റ് ഡിയിലാണ് വരുന്നത്. ബിക്കോസ് ആ പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് 0 ആയത്. നെക്സ്റ്റ്, പാരബോള ഈസ് ഡ്രോൺ വിത്ത് ഓർഡിനേറ്റ് എച്ച് വൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം സെന്റർ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ എച്ച്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, എച്ച് എന്ന് വെച്ചാൽ ക്രൗൺ വരെയുള്ള ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടലിൽ നിന്ന് ക്രൗൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എച്ച്. അപ്പോൾ അത് 4106.25 kilonewton meter. നമുക്ക് ഒരു പോയിന്റും കൂടി ചെക്ക് ചെയ്യണം. ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. സിയിൽ രണ്ട് ബെൻഡിങ് മൊമെന്റ്സും മീറ്റ് ചെയ്യും ബിക്കോസ് ക്രൗണിൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂ 0 ആണ്. ഇനി ഇ എന്ന് പറഞ്ഞ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കൂടെ ചെക്ക് ചെയ്യണം. ഇ എന്ന് പറഞ്ഞ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ വൈ എന്നുള്ള ഹൈറ്റ് കിട്ടണം. എച്ച് ഇൻറ്റു വൈ ആണല്ലോ വാല്യൂ, ഇത് എച്ച് ഇൻറ്റു വൈ. അപ്പോൾ ഈ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാരബോളിക് ഇക്വേഷൻ എഴുതി. y is equal to 4hx into L minus x divided by L square. അപ്പോൾ അവിടെ എച്ചിൻ്റെ വാല്യൂം എക്സിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എച്ച് ഇൻറ്റു വൈ ആണ് ആ പോയിന്റിലെ മൊമെന്റ് വാല്യൂ. സോ 2207.52 kilonewton meter. ഇനി എന്താണ് ബീം മൊമെന്റ് ഡയഗ്രാം. ഇതാണ് ബീം മൊമെന്റ് ഡയഗ്രാം. സോ ബീം മൊമെന്റ് മൈനസ് എച്ച് വൈ ഡയഗ്രാം ആണ് നമ്മുടെ റിസൾട്ടന്റ് വാല്യൂ. അപ്പോൾ ബീം മൊമെന്റ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ബീം മൊമെന്റ് ഒരു തവണ ഇതാണ് ബീം മൊമെന്റ്. ബീം മൊമെന്റ് ഇത് ഈ വരച്ചിരിക്കുന്നത് എച്ച് വൈ ഡയഗ്രാം. ഇതാണ് ബീം മൊമെന്റ് ഡയഗ്രാം. സോ ബീം മൊമെന്റ് മൈനസ് എച്ച് വൈ ഡയഗ്രാം ആണ് നമ്മുടെ വാല്യൂ, നമ്മുടെ ആർച്ചിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്, ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. എന്തായിരുന്നു പറഞ്ഞേ, ബീം മൊമെന്റിന് നെഗറ്റീവ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. ബീം മൊമെന്റ് പോസിറ്റീവ് ആയിരിക്കും, എച്ച് വൈ ഡയഗ്രത്തിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്.